ഹായ് ഹോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതെൻ്റെ ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഇത് 4 വർഷം ഞാനിത് കൃഷി ചെയ്യുന്നുണ്ട്. ഇതിനിപ്പോൾ 4-ാമത്തെ വർഷം ഇതിന് ഫംഗസ് ബാധിച്ച് തണ്ടിന് ചീച്ചലും ഫ്രൂട്ടിന് വിണ്ട് കീറൽ അങ്ങനത്തെ പല രോഗങ്ങളുണ്ട് ഫ്രൂട്ടിന്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ പോയി കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, കൂടെ സപ്പോർട്ടും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. അങ്ങനെ അത് കൃഷി ചെയ്യാൻ വളരെ സിമ്പിളാണ്. ഞാൻ ടെറസിൻ്റെ മുകളിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇത് ഡ്രമ്മിൽ, ബക്കറ്റിൽ, ചെടിച്ചട്ടിയിൽ അങ്ങനെയൊക്കെ ചെയ്തിരിക്കണേ. ഇതിന് ആവശ്യമായിട്ടുള്ള നല്ല സൂര്യപ്രകാശമാണ് ഇതിന് വേണ്ടത്. ഒട്ടും തണലില്ലാതെ നല്ല വെയിൽ നേരിട്ടുള്ള സ്ഥലം ആണിത് കൃഷി ചെയ്യാൻ അനുയോജ്യമായ സ്ഥലം. വളരെ സിമ്പിളാണ്. നമ്മൾ നല്ല പരിചരണം കൊടുത്ത് വളർത്തുകയാണെങ്കിൽ 10 മാസം കൊണ്ട് തന്നെ ഫ്രൂട്ട് ഉണ്ടാകും. അല്ലാന്നുണ്ടെങ്കിൽ 1 വർഷം അതിനുള്ളിൽ എന്തായാലും ഉണ്ടാകും. ഇത് ഏപ്രിൽ മെയ് മാർച്ച് ആ ഒരു സമയത്താണിത് മുട്ടിടൽ. ഇത് ഫ്രൂട്ട് പറിക്കാനായാൽ മെയ് ലാസ്റ്റിക്ക് ജൂൺ ഫസ്റ്റിക്കൊക്കെ ഇത് ഫസ്റ്റ് വിളവെടുപ്പ്. 6 മാസം തുടർച്ചയായിട്ട് വിളവെടുപ്പുണ്ടാകും. ഫസ്റ്റായിട്ട് കഴിക്കണമെങ്കിൽ 2-3 മാസങ്ങളേ ഉണ്ടാവുള്ളൂ. വർഷം കൂടുന്നത്തോളം ഇത് 6 മാസമായി വരും. നല്ല ടേസ്റ്റുള്ള ഫ്രൂട്ടാണ്. ചെറിയ കുട്ടികൾക്കും പ്രായമായ ആൾക്കാർക്കൊക്കെ നല്ല കഴിക്കാൻ പറ്റിയ നല്ലൊരു ഫ്രൂട്ടാണിത്. നമ്മളെ വീട്ടിൽ എൻ്റെ അഭിപ്രായത്തിൽ എന്തായാലും ഫസ്റ്റായിട്ട് 2-3 തണ്ട് വെച്ച് പിടിപ്പിക്കണം. കാരണം ഇതിന് കടയിലൊക്കെ 200 കിലോന് റേറ്റ് ഉള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ സ്വയം നമ്മളെ വീട്ടിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അതെല്ലാം സൗകര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ എന്തായാലും ഇതുണ്ടാകും. നമ്മളെ കിച്ചൺ വേസ്റ്റും മീൻ കഴുകിയ വെള്ളം, കഞ്ഞിവെള്ളം, വളമൊന്നും പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല. നമ്മളെ വീട്ടിൽ തന്നെ ഉള്ള വളങ്ങൾ യൂസ് ചെയ്ത് ഇത് വളർത്തിക്കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ ഞാൻ 3 വർഷം നല്ല ഉഷാറായിട്ട് എനിക്ക് ഇതിന് നല്ല ഫ്രൂട്ടൊക്കെ കിട്ടി. പിന്നെ 4-ാമത്തെ വർഷമാണ് ഇതിന് ഫംഗസ് ബാധിച്ചത്. വളരെ സങ്കടകരമായ ഒരു കാഴ്ചയാണിത്. ഇനിയിപ്പോൾ ഫുള്ളായിട്ട് വെട്ടി ഒഴിവാക്കേണ്ടി വരും. ഇനി പുതിയതായിട്ട് ഉണ്ടാക്കേണ്ടി വരും. അങ്ങനെ കുറേ റിസ്ക് ഉണ്ട് ഇതിനുള്ള. ഏതായാലും ഇത് കണ്ട് ഇഷ്ടമുള്ളവർ തൈ വാങ്ങി നല്ല ക്വാളിറ്റിയുള്ള തൈ വാങ്ങി വെച്ച് പിടിപ്പിക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ.